സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജാനുവരി 12-ന് രാജ്യം യുവജന ദിനം ആഘോഷിക്കുകയാണ്. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണെന്നും യുവമനസ്സുകൾ ഒത്തുചേരുകയും രാജ്യത്തിന്റെ ഭാവി പ്രയാണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പുതിയ പാതകൾ തെളിഞ്ഞു വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 12 जनवरी को स्वामी विवेकानंद जी की जयंती पर देश युवा दिवस मनाता है. अगले साल स्वामी विवेकानंद जी की 162वीं जयंती है. इस बार इसे बहुत खास तरीके से मनाया जाएगा. ജനുവരി 11-12 തീയതികളിൽ ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ യുവ ആശയങ്ങളുടെ മഹാകുംഭം നടക്കുകയാണ്. ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2000 യുവാക്കൾ ഭാരത മണ്ഡപത്തിൽ ഒത്തുചേരും. ഭാരതത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കേണ്ട ഭാവി തലമുറയ്ക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും. പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രാജ്യത്തെ യുവാക്കൾ നടത്തുന്ന ശ്രമങ്ങളെ മോദി അഭിനന്ദിച്ചു. ലക്നൌവിലെ വീരേന്ദ്രൻ എന്ന യുവാവ് പ്രായം ചെന്നവർക്ക് എത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊടുക്കുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭോപ്പാലിലെ മഹേഷ് തന്റെ ചുറ്റുവട്ടത്തുള്ള പ്രായം ചെന്ന ധാരാളം ആൾക്കാരെ മൊബൈൽ ഉപയോഗിച്ച് പണമിടപാട് നടത്താൻ പഠിപ്പിച്ചു. അഹമ്മദാബാദിലെ രാജീവ് ആളുകളെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന അപകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട ബോധവൽക്കരണം നൽകുന്നു. പല നഗരങ്ങളിലും യുവാക്കൾ മുതിർന്ന പൗരന്മാരെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാക്കാൻ മുൻകൈയെടുക്കുന്നു. ഇത്തരത്തിൽ യുവ സുഹൃത്തുക്കൾ പ്രകടമാക്കുന്ന സംവേദനക്ഷമത പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.